വിളിച്ച് പറയൂ. അപ്പോ ആരെ വിശ്വസിച്ചൂടാന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ ഓനത് റൂമിൽ ഓന്റെ കിടക്കയിൽ ബെഡിന്റെ അടിയിൽ അടച്ചു ജോലിക്ക് പോയി. അപ്പോ ഏതോ നമ്പറിന് ആരോനെ വിളിച്ചേ, എടാ എൻ്റെ അടുത്ത് വന്നിട്ടൊരു ബാഗ് വന്നിക്കോ. അപ്പോൾ അതന്ന് എൻ്റെ റൂമിലുള്ള ജോലിയിലുള്ള വൈകുന്നേരം വന്നിട്ട് തന്നാൽ പോരെന്ന് ചോദിച്ചോളൂ. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇപ്പം വേണോ തന്നെ എൻ്റെ റൂമിൽ അന്ന് എടുത്തോട്ടെ. എന്നാൽ റൂമിൽ എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടാവും, അതിൽ നിന്ന് ബാച്ചിലേഴ്സ് റൂമല്ലേ, ക്ലോസ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ പോയിട്ട് എടുത്തോ പറഞ്ഞേ. അപ്പോൾ ആരോ വന്നിട്ട് ബാഗ് കൊടുത്തു പോയി. അവസാനം പിന്നെ നാട്ടിലേക്ക് പിറ്റേ ദിവസം നാട്ടിലേക്ക് വരുന്ന ടിക്കറ്റ് എടുത്തുക്കല്ലോ, നാട്ടിലേക്ക് വരികയും ചെയ്ത്. പിന്നെ ഫുള്ള് വാട്ടായി. റമീസ് ഈ ബാഗും കൊണ്ട് നാട്ടിലേക്ക് മുങ്ങി. കള്ളന്റെ പേരായി. എൻ്റെ അനിയന്, അമ്മേൻ്റെ അനിയത്തിന്റെ മോന്. ഇവനിക്കൊരു ബന്ധവുമില്ല. ശരി ഇങ്ങനത്തെ സംഭവം ശരി കൊട്ടേഷൻ സംഘം ആ ബാഗ് ആദ്യം കൊടുത്ത റമീസിന് കൊടുത്ത ഓനില്ലേ, ഓനെ പിടിച്ചടിച്ച് പിന്നെ ഓൻ്റെ അതിന് കുറേ വിഷയങ്ങൾ കഴിഞ്ഞിക്ക്. കുടുംബക്കാരനെ അടിച്ചോ? ഇല്ല, ഓൻ നാട്ടിലല്ലേ, നമുക്ക് അറിയുന്നില്ലല്ലോ. പിന്നെ അവനെ മറ്റവനെ അടിച്ച് അവൻ്റെ വയനാട്ടിലെ വീട്ടിൽ പോയിട്ട് പോലെ ഭീഷണിപ്പെടുത്തി ഉപ്പാനും ഉമ്മാനൊക്കെ. അപ്പോൾ ഓരോ ചെറിയ 5 സെൻറ്റിലൊക്കെ താമസിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ 5 സെൻറ്റ് എനിക്ക് എഴുതി തന്നാണ്, അല്ല എൻ്റെ പൈസ കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ മോനെ കെട്ടിയിട്ടിട്ട് ബാംഗ്ലൂർ ഫ്ലാറ്റിലെല്ലാം കൊണ്ടുപോയി കെട്ടിയിട്ട് തൂക്കി അടിച്ച്, കൊട്ടേഷൻ സംഘമല്ല അടിച്ച് കൊല്ലുവിനാക്കിയിട്ട്. അവസാനം എനിക്കൊരു ഒന്നും അറിഞ്ഞൂടെ. റമീസിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തേക്ക് വൈകുന്നേരം വാങ്ങുന്നു, മറ്റേ ഏതോരുത്തർ വാങ്ങി കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾ CCTV ഒക്കെ നോക്കിയാൽ മതി ആരാ. ഇതിപ്പോൾ ഇവരെന്നെ കൊടുത്തവരും വാങ്ങി കൊണ്ടൊരു ഒത്തൊരു ടീമാണ്. എന്നിട്ട് അതിൻ്റെ നൈസായിട്ട് ഇവരെ കൊണ്ട് വേറെ അഡീഷണലായിട്ട് വേറെ കെട്ടിക്കാൻ ഈ ഫ്രോഡ് കളിക്കുന്നവർക്ക് എല്ലാം ഇതല്ലേ. അപ്പം അങ്ങനെ അവസാനം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഉപ്പാപ്പൊക്കെ ഇങ്ങനത്തെ ഉപ്പാപ്പ ഭയങ്കര പേടിയാണ്. നേരാന്നറക്ക് പോകുന്നു ഉപ്പാപ്പ. എല്ലാവരും പറയും ഉപ്പാപ്പ ഒന്ന് ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. അതായത് എപ്പോൾ ഒതു കൊടുത്തിട്ടുണ്ടാവുക അങ്ങനത്തെ ഒരു യുദ്ധത്തിൽ വാങ്ങിച്ചിട്ട് ഉപ്പാപ്പ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഉപ്പാപ്പ റമീസിൻ്റെ ഉപ്പാപ്പനോട് പറഞ്ഞു എന്തെങ്കിലും നടക്കുവർക്ക് ഒരു ദീനിയെ ഭയങ്കര നല്ല മനുഷ്യനാണ്. അപ്പോൾ ആരോ പോയിട്ട് ഉപ്പാപ്പനോട് പറഞ്ഞെടുത്ത് ഉപ്പാപ്പ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഉപ്പാപ്പ വേഗം കടയിലടിച്ച് വീട്ടിൽ വന്ന് കെടുത്തോ. അങ്ങനെ ടെൻഷനൊക്കെ ആയി. അവസാനം വിഷയം പോഞ്ഞ് കുടുംബക്കാരെ ചവിട്ടിലും മറ്റേത് റമീസിന് ഇത് എൻ്റെ അടുത്ത റൂമിലൊരു ബാഗ് വന്നിട്ട് ആരോ വന്നിട്ട് വാങ്ങുന്നു. എനിക്ക് ആരോ ഞാൻ ജോലിയെല്ലാം വിളിച്ചങ്ങ് പോയി. അതിൻ്റെ അപ്പുറം എനിക്കൊന്നും അറിഞ്ഞൂടെ തന്നെ. ഇപ്പോൾ റമീസിനെ തക്കാൻ ഇവിടുന്ന് കുറേ ആൾക്കാർ വന്ന് കോഴിക്കോട് അടിക്കാൻ, എൻ്റെ കുടുംബക്കാരനെ അടിക്കാൻ, വയനാട്ടിൽ അവനെ പോലെ അടിച്ച പോലെ. പിന്നെ കോഴിക്കോടുന്നും അങ്ങനെയൊക്കെ ആൾക്കാർ കൊട്ടേഷൻ സംഘം. അപ്പോൾ ഇത് റമീസിനെ തിരിഞ്ഞിക്ക്. അപ്പോൾ ഓൻ്റെ സ്ഥലത്തുള്ള ഓൻ്റെ കുട്ടികളും ഗ്യാങ്ങൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് പിന്നെ ഒരു മൊത്തത്തിലൊരു പേര് വന്നല്ലോ, റമീസ് ഒരു ബാഗ് കൊടുത്താൽ പോകുന്നതെന്ന്. അപ്പോൾ കുറേ ആൾ നേരാക്കും, കുറേ ആൾ നേരാക്കൂല. അറിയുന്നവർ നേരാക്കൂല. ചില ആൾ എടുത്തിക്കുന്നല്ലേ വിചാരിക്കുമോ. അങ്ങനെയല്ല മനുഷ്യന്മാരെ സ്ഥിതി. കുറേ ആൾ നാട്ടിലെല്ലാം ചുറ്റുപാടിലെല്ലാം അവനെ എടുത്തിട്ടുണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ഒന്നും കിട്ടുന്നില്ല ഒരു കുറ്റം. അവസാനം എൻ്റെ നാട്ടിൽ ഇതേപോലെ ഒരു സ്വല്ലക്കാരുണ്ട്. ഇതേപോലെ ഓന് ഈ സ്വർണം പൊട്ടിക്കലും പിന്നെ അടിയും പിടിയും എല്ലാം ഉണ്ട്. പക്ഷെ റമീസ് എന്ത് കഴിഞ്ഞാലും റമീസിൻ്റെ ഉമ്മാൻ്റെ അടുത്താണ് പോയിട്ട് അവൻ്റെ ഭാര്യ റമീസ് ഇവനൊക്കെ ഒരു 500 രൂപ 1000 രൂപ കടം വാങ്ങാം. ഇവരൊക്കെ പണിയെന്ന് വെച്ചാൽ കേരട്ട് മുക്കാൻ പോവാ, നാടൻ പണിയാണ്. പക്ഷെ നുസ്രേജാണ് നല്ല കാര്യം ഇവനിക്ക്. പക്ഷെ ആളൊരു ഇതമാടിയാ. പക്ഷെ റമീസിന് ഉമ്മാൻ ഭയങ്കര കാര്യമാണ്. റമീസും അങ്ങനെ തന്നെ. നമ്മളെ മൊത്തത്തിലൊരു ഫാമിലി അറിയാലോ എല്ലാവർക്കും. ഒന്നും അങ്ങനത്തെ വൃത്തിയായിട്ട പണിയില്ലാന്ന്. അപ്പോൾ ഇവർ തക്കവും വന്നവരെ ഈ തക്കവും വന്ന കൂട്ടർക്ക് ഇവനിക്കറിയാം. ഈ റമീസിൻ്റെ കേരട്ട് മുക്കാൻ പോകുന്നു ഓനിക്ക് കണ്ടെന്ന് എനിക്ക് ഇതെന്താ ഒരു സ്വല കേസാണ്. അപ്പോൾ വേഗം വന്നിട്ട് നുസ്രാച്ച സംഭവം നുസ്രാച്ച ഇങ്ങനെ. അപ്പം എന്തൊക്കെ 2 വീട്ടിൽ നിന്ന് പോലെ കരച്ചാലും പിടിക്കലും എൻ്റെ ഉമ്മയെല്ലാം കരയിലും പിടിക്കലും അങ്ങനത്തെ എല്ലാ അവസ്ഥയാണ് ഇപ്പം വീട്ടിൽ. അപ്പോൾ അതിനൊരു മധ്യസ്ഥനൊക്കെ വെച്ച്, അപ്പോൾ മധ്യസ്ഥൻ വെച്ചിട്ട് അവർ വന്ന് 3-4 ആൾ വന്ന് അനക്കാൻ്റെ സാധനം കിട്ടണം എന്തായാലും എന്തെല്ലോ വാക്കാലും പറഞ്ഞ് മധ്യസ്ഥന് ഇവലുണ്ട്. അപ്പോൾ മധ്യസ്ഥൻ്റെ അടുത്ത് ഇവനെ റമീസിനെ തക്കാൻ നോക്കി. ഈ വന്ന ഇവന് അടിക്കാൻ നോക്കി. അവർ കോഴിക്കോട് നിന്ന് വന്നവർ. അപ്പോൾ ഈ കിരട് വെക്കുന്നവരൊക്കെ പറഞ്ഞ് ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഇവരെ തച്ച് പോയാൽ നിങ്ങൾ നേരാന്നൊക്കെ പോവില്ല, നിങ്ങളെ മയ്യത്തും കൊണ്ടു പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇങ്ങനെയായി. പിന്നെ നാട്ടുകാരൊക്കെ കൂടി അവരെ പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളൊരു ദിവസം പറയാം, ദിവസം നമുക്ക് സാധനം കിട്ടണം എന്നൊക്കെ പറഞ്ഞതല്ല ഭീഷണിയല്ലായി. അവസാനം പിന്നെ ഒരു
മറ്റേ മുള്ളമ്പത്ത് ടൗൺ ഉണ്ട്, ചെറിയൊരു മുള്ളമ്പത്ത് ടൗൺ എന്നാ പറയാ. അറിഞ്ഞൂടെങ്കിലും ടൗണിന്റെ പേര് തന്നെ. അവിടുന്ന് ഇവർ കുറേ കൊട്ടേജ് സംഘം വന്നിട്ട് റമീസ് കക്കട്ടിലൊക്കെ സാധനം വാങ്ങാൻ പോകും. വൈകുന്നേരം വീട്ടിൽ സാധനങ്ങളൊക്കെ ഓനെ തട്ടിക്കളയാൻ. അപ്പോൾ റമീസിന്റെ കൂടെ എപ്പോൾ ഇവനുണ്ടാവും ഈ കരട് മുക്കാൻ പോകുന്നത്. കരട് മുക്കാൻ പോകുന്ന ഓന എല്ലാവർക്കും പേടിയാ, അങ്ങനെ മന്നോലിക്കും പേടിയാ. അതായത് ഓനിക്കറിയാം ഇവനെ സ്വർണ്ണം പൊട്ടിക്കുന്നതും പേടിയോ അടിപിടിയോ എല്ലാം എനിക്കൊരു വിഷയമല്ല, അങ്ങനെയല്ല, അത്രക്ക് ജോറുവാ. അപ്പോൾ ഇവനുള്ളതുകൊണ്ട് റമീസിനെ തക്ക ഓലിക്കിട്ട് പേടിയും. പക്ഷെ ഇവനാ ഓല ഭാഗത്ത് കിട്ടും കൊണ്ട് ഓല് കളിക്കുന്നത്. അത് ഇവനും എൻ്റെ ഭാഗത്താ പിന്നെ റമീസ് ചുളുവിൽ പിടിക്കാമല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങളോട് കൂടി എനിക്ക് കമ്മീഷനും ഓല് കുറേ പൈസ എല്ലാം ഓഫർ ചെയ്തിരിക്കും ഇവനിക്ക്, ഒരു എത്രയോ പൈസയൊക്കെ. അപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങൾ എത്ര പൈസ എല്ലാം ഓഫർ ചെയ്ത് അറിയാൽ റമീസിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇവനും റമീസിനെ അറിയാം, റമീസിൻ്റെ സ്വഭാവം എല്ലാം അറിയാം, ഒന്നും വേണ്ടാത്തൊന്നും ചെയ്യൂല. അപ്പോൾ റമീസിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എത്രയോ ആപത്ത് സമയത്തെല്ലാം എൻ്റെ പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോൾ ഒരു പൈസ കുടുംബക്കാരിൽ നിന്ന് കിട്ടിയിട്ട് ആ മാല കഴിച്ചാൽ നിൽക്കുക, പണയം വെച്ചിട്ട് ഇനി പോയിട്ട് പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുക, അങ്ങനത്തെ ഒരു കടപ്പാടുണ്ട്. ഞാൻ ഓരോടി കൂടിയിട്ട് നിങ്ങളോടി കൂടും, നിങ്ങൾ ലക്ഷം തന്നാലും ഒരു കോടി തന്നാലും അതിന് നിങ്ങളോട് ഇപ്പം വേണ്ട. ഞാൻ റമീസിൻ്റെ നുസ്രാച്ചാൻ്റെ മോനെ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കാണ്ട് വാക്കിയിട്ട് ഞാൻ ഓനാ നോക്കും. നിങ്ങൾ ഓൻ്റെ മേലെ ഒരു കൈ നിങ്ങൾ വെക്കൂല, കൈ വെച്ചിട്ട് കയ്യാൻ കൊത്തുന്നെല്ലാം പറഞ്ഞവർ ടൗണിൽ തന്നെ എല്ലാവരുടെ മുന്നിലും. അപ്പോൾ ഇവർ അങ്ങനെ മധ്യസ്ഥനിലാക്കി. അപ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കി വെക്കുമ്പോൾ അവസാനം അങ്ങും നീങ്ങുന്നൊക്കെ മധ്യസ്ഥനൊക്കെ ആൾക്കാർക്ക് വന്ന് അതുപോലെ തന്നെ CCTV പരിശോധിക്കാൻ. അപ്പോഴത്തേക്ക് വിഷയം ഒട്ടാകെ എത്തി. ദുബായിലൊക്കെ വിളിച്ച് പറഞ്ഞ് ദുബായിൽ റമീസിൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു റമീസ് അങ്ങനെ സംഗതി എടുക്കില്ല, നമുക്ക് കുറേ കുടുംബക്കാർക്കെല്ലാം അറിയാം, റമീസിനെ അറിയാം എല്ലാവർക്കും, നമ്മളെ കുടുംബമല്ലേ. അപ്പോൾ അവസാനം CCTV പരിശോധിച്ച് നോക്കുമ്പോൾ കുറ്റിയാടി ആഞ്ചേരി ഭാഗത്തുള്ള ഒരാളാണ് ഇത് ബാഗ് കൊണ്ടുപോയത്. അവൻ്റെ CCTVയിൽ അവൻ്റെ മുഖം തെളിഞ്ഞ് നോക്കുമ്പോൾ അവന് ലോക സ്വർണ്ണം പൊട്ടിക്കലിൻ്റെ ഉടായിപ്പ. നോക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ അവനെ പിടിച്ചാൽ കാര്യം നടന്ന്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി ഞാനും ഉമ്മ, എൻ്റെ ഉപ്പാപ്പ കുറേ കുടുംബക്കാരിലും ആ നാട്ടിലെ മധ്യസ്ഥക്കാർക്കെല്ലാം പോയി കേട്ട് നോക്കുമ്പോൾ ഇവൻ്റെ വീട്ടിൽ ഇവനെ കയറ്റൂലോ. ഇവൻ്റെ ഉപ്പാക്ക് അത്യാവശ്യം മാനസികമല്ലോ, ഇങ്ങനെ ആൾക്കാരിങ്ങനെ പൈസ ഇങ്ങനെ വാങ്ങാൻ ഇതേപോലെ ഇതിൻ്റെ കേസ് പോലെ ഓരോരുത്തർ എത്ര പൈസ തരുമുണ്ട് ഇത്ര പൈസ ഉണ്ട് വീട്ടിലെല്ലാം ഇപ്പം പോക്കാണ് പണി. നല്ല സ്വത്തും പൈസയിലുള്ള ആൾക്കാർ, പക്ഷെ ഒരു പെട്ടെന്നൊരു മാനസികമായിട്ട് ഇതൊക്കെ ഒരു ഇതായിപ്പോയി. പിന്നെ ഓൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നാദാപുര, 2 മക്കളുണ്ട്, ഭയങ്കര ഒരു 1000 മോളാണ്, കാണാൻ ഭയങ്കര സുന്ദരിയ, അത്യാവശ്യം ലേബലുള്ള ഫാമിലി 2 ആളും. പക്ഷെ ഇവൻ ഇങ്ങനെ ആയിപ്പോയി. ഇവൻ്റെ പേര് നാട്ടിൽ ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല. ഒരാൾ കൊണ്ട് ഇപ്പോൾ ജോർ ഇങ്ങനെയെന്ന് പറയാം, ജോറിനെ പറ്റി അറിയുമെന്ന് ഒത്തരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ലേ കേൾക്കുമോ. ഇവൻ്റെ പേര് പറയുമ്പോൾ തന്നെ ആൾക്കാരൊരു വിഷയം എടുക്കൂല, അത്രക്കും ഫ്രോഡാണ് ഇവന്. നോക്കുമ്പോൾ ഇവൻ എത്രയോ ആൾക്കാർക്ക് പൈസ കൊടുക്കുവാനും പിടിക്കുവാനും ഓൻ്റെ വീട്ടിൽ നോക്കിയിട്ട് ആളെ പോകുന്ന നാട്ടിൽ നോക്കിയാൽ എത്രയോ ആൾ കൊല്ലൂരൊക്കെ വന്ന് കൊല്ലി കോട്ടേഴ്സ് സംഘം ഇവനേതല്ലോ രാജ്യത്തല്ല, പെണ്ണുങ്ങളെ വിളിക്കലും ഇല്ല, കുട്ടികളെ നോക്കില്ല, അങ്ങനെയൊക്കെ. അവസാനം ഇവനെ കിട്ടുന്നു സാധനം കിട്ടുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ റമീസിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞ് നമുക്ക് ഓനെ നോക്കി തപ്പിയെടുക്കാൻ ഒരു സമയം വേണം, ഇന്ന സമയത്തിനുള്ളിൽ ഞങ്ങൾ ഓനെ പിടിച്ചു തരാം, എൻ്റെ നമുക്ക് വേണ്ടിയ പോലെ ചെയ്യാൻ.